അങ്ങനെ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വീണ്ടും അഖിൽ മാരാർ. അഖിൽ മാരാര് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ചാനലിൽ. 765 കോടി രൂപ നാട്ടുകാരെ നിന്ന് പിരിച്ച് കയ്യിൽ വെച്ചിട്ട് വർഷം ഒന്ന് കഴിഞ്ഞിട്ട് അതെടുത്തു വെച്ചിട്ട് തത്തത്താ പുത്തത്താ കാണിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കുറച്ച് പരിപാടി ചെയ്തിട്ട് ഞങ്ങൾ എന്തോ മഹാന്മാരാണെന്ന് കാണിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്ന പിണറായി വിജയനും സംഘവും ഉള്ള ഇതാണ് ടോപ്പിക്. ഓക്കെ, ഇതിനെപ്പറ്റി പുള്ളി എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ അഭിപ്രായം എന്താണ് എന്ന്, എന്റെ പേഴ്സണൽ അഭിപ്രായം എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എന്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് വന്ന അഖിൽ മാരാര് ഈ ദുരിതാശ്വാസ നിധിയുടെ പ്രശ്നം തുടങ്ങി വെച്ചത് എപ്പോഴാണ് എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. വയനാട് ദുരന്തം സമയത്ത് അഖിൽ മാരാര് കേരള സർക്കാരിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. പുള്ളി വ്യക്തിപരമായിട്ട് പറഞ്ഞു പുള്ളിയുടെ കയ്യിലെ കാശ് ദുരിതാശ്വാസ നിധിയിലേക്ക് ഇടില്ല, പകരം സ്വന്തമായിട്ട് പുള്ളി എന്തെങ്കിലും ചെയ്തോളാം. അത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു, അന്തം കമ്മികൾ ഏറ്റെടുത്തു. അവർ വായി തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ അടിയായി വഴക്കായി നമ്മളെല്ലാരും കണ്ടതാണ്. പക്ഷെ അന്ന് നമ്മളിൽ പലർക്കും പുള്ളി പറഞ്ഞ കാര്യം ജെന്യുവിനായെന്ന് തോന്നി. കാര്യം, ദുരിതാശ്വാസ നിധി അതിലുണ്ടായിരുന്ന പൈസ വകമാറ്റി ചെലവഴിച്ചു. എപ്പോഴത്തെയാണ്? പ്രളയം സമയത്തുണ്ടായതും കൊറോണ സമയത്തുണ്ടായതുമായ കളക്ട് ചെയ്ത ദുരിതാശ്വാസ നിധി വകമാറ്റി ചെലവഴിച്ച് സ്വന്തം പാർട്ടിക്കാർക്കും സ്വന്തം പാർട്ടി അനുഭാവികൾക്കും മാറ്റി ചെലവഴിച്ചു. ഇതായിരുന്നു കണ്ടന്റ്. അങ്ങനെ പുള്ളി പറഞ്ഞു, ഞാൻ ചെയ്യില്ല, ഞാൻ വയനാട് ഒരു വീട് വെച്ചു കൊടുക്കാം, അതല്ല കൊല്ലത്ത് വരികയാണെങ്കിൽ, പുള്ളിയുടെ ജന്മസ്ഥലമായ കൊല്ലത്ത് വരികയാണെങ്കിൽ 3 വീട് വെച്ചു കൊടുക്കാം എന്ന് പുള്ളി ആ സമയത്ത് പ്രഖ്യാപിച്ചു. അന്നേരം ഇത് ഒരുപാട് ആൾക്കാരെ ഏറ്റെടുത്തു. നമ്മൾ കണ്ടാണ് വയനാട് സമയത്ത്, ആ ദുരന്ത സമയത്ത് ഒരുപാട് പേര് കൈയഴിഞ്ഞ് സഹായിക്കാൻ വേണ്ടി വന്നു. ഒരുപാട് സംഘടനകൾ വന്നു, മുസ്ലിം ലീഗ് വന്നു, അതുപോലെ മറ്റേ ഷാർജ, അതുപോലെ തന്നെ ഇന്ത്യൻ അസോസിയേഷൻ വന്നു, പിന്നെ പല പല സംഘടനകളും വന്നു. അപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രി എന്ത് ചെയ്തു? അപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രി ഒരു വാർത്താ സമ്മേളനത്തിൽ വന്നിട്ട് ഞങ്ങൾക്ക് പൈസ ഇല്ല, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉദാരമായ സംഭാവനകൾ നൽകണം എന്ന് പറഞ്ഞ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ സാലറി കട്ട് ചെയ്യുകയും, അതുപോലെ തന്നെ ജനങ്ങളോട് അവരവരുടെ കയ്യിൽ പിച്ചച്ചട്ടി എണ്ടുന്ന രീതിയിൽ, അതായത് ഭിക്ഷ നേണ്ടുന്ന രീതിയിൽ പൈസ വേണം, നിങ്ങൾ ഇടണം എന്ന് പറഞ്ഞ് യാചിക്കുകയല്ല, ആജ്ഞാപിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ ആളുകൾ, അറിയാലോ മലയാളി എന്നും പൊളിയാണ്, മലയാളികൾ എന്ത് ചെയ്തു? അവരുടെ അറിയാവുന്ന രീതിയിലും അവരുടെ ഉള്ളതും ഇല്ലാത്തതും എല്ലാം അവർ സംഭാവനയായി നൽകി. ഏകദേശം 760 കോടി രൂപ 760 കോടി രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തി. പ്രളയം കഴിഞ്ഞു, ഒന്നും നടന്നില്ല. കൊറോണ കഴിഞ്ഞു, ഒന്നും നടന്നില്ല. ഇപ്പൊ വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് 1 വർഷത്തിൽ മേലെയായി. ഇപ്പോഴും അവിടെയുള്ള ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തിട്ടില്ല. അവിടെയുള്ള ആളുകളുടെ വാടക, ഇതുവരെ അവർ താമസിച്ചുകൊണ്ടിരുന്ന വാടക ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. ഒരു കാര്യങ്ങളും അവർക്ക് ഇതുവരെ പ്രഖ്യാപിച്ച ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല. പിന്നെ അതിനിടയ്ക്ക് നമ്മൾ കണ്ടു അവർക്ക് വന്ന ഭക്ഷണങ്ങളും അവർക്ക് വന്ന വസ്തുക്കളും അവരുടെ പാർട്ടി ആളുകൾ മാറ്റിക്കൊണ്ടുപോയി എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ന്യൂസിൽ കണ്ടതാണ്. സോ ഇപ്പോൾ വീണ്ടും അന്തം കമ്മികൾ വന്നിട്ട് അഖിൽ മാരാരെ സോഷ്യൽ മീഡിയയിൽ കടന്ന് തെറിവിളിക്കുന്ന എന്തെന്നാൽ, അല്ലയോ അഖിൽ മാരാരെ, 3 വീട് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് എവിടെ? ഒരു വീടെങ്കിലും വെച്ച് കൊടുത്തോ? നിങ്ങൾ എന്താണ് പ്രഖ്യാപിച്ചത്? നിങ്ങൾ കള്ളനാണ് എന്നുള്ള രീതിയിലുള്ള തെറിവിളിയും അഭിഷേകവും അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ വരുന്നു. അപ്പൊ അതിനെതിരെയാണ് നമ്മുടെ അഖിൽ മാരാർ പ്രതികരിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം അഖിൽ മാരാരുടെ പ്രതികരണം എന്താണെന്ന് കണ്ടിട്ട് വരാം. ഈ മന്ദബുദ്ധികളായ സൈബർ അന്തം കമ്മികൾക്ക് യാതൊരു വിവരവും ബോധവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവന്മാരുടെ
ചില ആരോപണങ്ങൾക്കൊന്നും മറുപടി പറയേണ്ട ഒരു കാര്യമില്ല എന്ന് ഞാൻ കരുതിയതാണ്. പക്ഷേ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഈ മന്ദബുദ്ധികൾ നിരവധി ഫേസ്ബുക്ക് പേജുകളിലും വീഡിയോകളിലും മറ്റുമായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. യാതൊരു ഉളുപ്പുമില്ലാതെ ഇവന്മാരിങ്ങനെ ചോദിക്കുകയാണ്, അഖിൽമാരാർ വയനാട്ടിൽ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ 3 വീടുകൾ എവിടെ? അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ശരിയാണല്ലോ, ഞാൻ നാട് മുഴുവൻ നടന്ന് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്ന കണക്ക് പാവപ്പെട്ടവൻ്റെ കുത്തിന് പിടിച്ചും ഏതെങ്കിലും പെട്ടിക്കടക്കാരനും മീൻ കച്ചവടക്കാരനും അതുപോലെ സാധാരണ ഓട്ടോറിക്ഷ തൊഴിലാളികളും ഒക്കെ അന്നന്നത്തെ അധ്വാനത്തിന് വേണ്ടി ഉണ്ടാക്കിയ പൈസയുടെ ഒരു പങ്ക് അവൻ്റെ പോക്കറ്റിൽ നിന്ന് പിടിച്ചു പറിച്ച് ഇവൻ്റെയൊക്കെ പെട്ടിയിലാക്കി അല്ലെങ്കിൽ ഇവൻ്റെയൊക്കെ ബക്കറ്റിലാക്കി ഇവനൊക്കെ കട്ട് തിന്നതിന് ശേഷം ബാക്കി എന്തെങ്കിലുമൊക്കെ നാടിന് ചെയ്യുന്ന രീതിയിൽ അഖിൽമാരാർ എവിടേക്കോ നടന്ന് പിരിച്ചിട്ട് കുറച്ച് പൈസ കയ്യിൽ വെച്ചിട്ടുണ്ട്. ആ പൈസയ്ക്ക് വയനാട്ടിലൊരു വീട് വെച്ച് കൊടുക്കാമെന്നങ്ങാണ്ടൊക്കെ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ആ വീട് എന്തിയേ എന്ന് വരെ ചോദിക്കുമ്പോഴത്തേക്ക് എന്തൊരു അഭിമാനമാണ് എനിക്ക് തോന്നുന്നത്. കാരണം 765 കോടി രൂപ നാട്ടുകാരെയിൽ നിന്ന് പിരിച്ച് കയ്യിൽ വെച്ചിട്ട് വർഷം 1 കഴിഞ്ഞിട്ട് അതെടുത്ത് വെച്ചിട്ട് തത്തത്ത കാണിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കുറച്ച് പരിപാടി ചെയ്തിട്ട് ഞങ്ങളെന്തോ മഹാന്മാരാണെന്ന് കാണിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്ന പിണറായി വിജയനും സംഘവും കൊള്ള സംഘവും ഒരു ഭാഗത്തിരിക്കുമ്പോൾ ഇവിടെ അഖിൽമാരാരെന്ന് പറയുന്ന വ്യക്തി വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ വീടിനെതിരെ പ്രതിഷേധ സ്വരം ഉന്നയിച്ചുകൊണ്ട് എൻ്റെ പേജ് പോസ്റ്റിന്റെ അടിയിലും അല്ലെങ്കിൽ വീഡിയോകളൊക്കെ ചെയ്തിട്ട് യന്തംകമ്മി സൈബർ അണികൾ ആഘോഷിക്കുമ്പോൾ ഈ വിവരം കെട്ടവന്മാരോട് മറുപടി പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? ഇനി ഞാൻ മറുപടി പറയാം. ഞാൻ എവിടെയാണ് പ്രതിഷേധ സ്വരം ഉയർത്തിയത്? 5000 കോടി രൂപ പ്രളയത്തിന്റെ പേരിൽ പിരിച്ചു വെച്ച ഒരു സർക്കാർ, 1300ഓളം കോടി രൂപ കോവിഡിന് വേണ്ടി പിരിച്ചു വെച്ച ഒരു സർക്കാർ ആരുടെ കയ്യിൽ നിന്ന് പിരിച്ചു വെച്ചു? നികുതി പണത്തിന് പുറമെ നമ്മുടെ കേരളത്തിൽ ദുരന്തം വന്ന സമയത്ത് ആ ദുരന്തത്തെ വിറ്റ് കാശാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സാധാരണക്കാരനോട് ഈ ദുരന്തത്തിന്റെ ഭീകരത പറഞ്ഞ് പാവപ്പെട്ടവന്റെ അവസ്ഥ പറഞ്ഞ് ഒരു മുഖ്യമന്ത്രി പിരിവ് നടത്തി അക്കൗണ്ടിലേക്ക് എത്തിച്ച 5000 കോടി രൂപ ക്രമരഹിതമായി വിനിയോഗിക്കപ്പെട്ടു. പാർട്ടിക്കും പാർട്ടി പ്രവർത്തകർക്കും തോന്നിയ രീതിയിൽ ഈ പണം പ്രയോജനപ്പെടുന്ന രീതിയിൽ പല കാര്യങ്ങളും ചെയ്തു എന്ന പരമമായ യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളും ഇതിനു മുൻപ് നിലനിൽക്കെ അർഹതപ്പെട്ട നിരവധി ആൾക്കാർക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചില്ല എന്ന സംശയങ്ങളും എന്ന ആരോപണങ്ങളും മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ ചർച്ചയാക്കിയ സമയത്ത് വയനാട്ടിൽ ഒരു വലിയ ദുരന്തം വരുന്നു. ആ ദുരന്തം വന്നതിന്റെ പിറ്റേ ദിവസം മുഖ്യമന്ത്രി പണപ്പിരിവിന് വേണ്ടി ഇറങ്ങുകയാണ്. സാധാരണ മാന്യതയും മര്യാദയുമുള്ള ഏതൊരു ഭരണാധികാരിയാണെന്നുണ്ടെങ്കിലും ആദ്യം ചെയ്യേണ്ടത് വയനാടിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നഷ്ടപ്പെട്ട ജനതയ്ക്ക് വേണ്ടി നിലവിൽ നമ്മുടെ ഖജനാവിലുള്ള പൈസ എടുത്ത് അവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്തതിന് ശേഷം 1 മാസം മറ്റോ കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന കാര്യങ്ങളെല്ലാം വയനാടിന് വേണ്ടി ചെയ്തു, പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിയും വലിയ ദുരന്തമാണ് അവിടെ നടന്നത്, അതുകൊണ്ട് ഖജനാവിലുള്ള പണത്തേക്കാൾ കൂടുതൽ സഹായം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടിയിരിക്കുന്നു, നിങ്ങളാൽ കഴിയാവുന്ന സഹായം നിങ്ങൾ ചെയ്യണം, അത് നിങ്ങളാൽ കഴിയാവുന്ന സഹായം മാത്രം മതി. കാരണം എല്ലാ മനുഷ്യരും കേരളത്തിൽ ഈ ദുരന്തന്റെ ഭരണം കാരണം നശിച്ച് നാറാണക്കല്ലടിച്ച് കിടക്കുകയാണ്. ഇപ്പം വയനാട്ടിൽ ഒരു ദുരന്തം പ്രകൃതി ഉണ്ടാക്കിയെങ്കിൽ ഈ മുഖ്യമന്ത്രി ഭരിച്ച് ഇവിടുത്തെ ജനങ്ങളെ അതിനെക്കാട്ടിയും വലിയ ദുരന്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വയനാട്ടിൽ ദുരന്തത്തിൽപ്പെട്ട മനുഷ്യർ മരിച്ചു പോയെങ്കിൽ ഇവിടെ പല മനുഷ്യരും ഈ ദുരന്തന്റെ ഭരണം കാരണം ജീവച്ഛവമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിക്കാൻ ഗതിയില്ലാതെ പല ആൾക്കാരും അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാനല്ല പോണ്ടത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ അവരുടെ വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ വിലവർദ്ധനവ് വലിയ രീതിയിൽ എല്ലാ സാധനങ്ങൾക്കും ഉണ്ടായിട്ടുള്ള വിലക്കയറ്റം കാരണം നിത്യജീവിതത്തിനും നിത്യച്ചെലവിനും വഴിയില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കാൻ നിൽക്കാതെ അവരോട് പറയണം, നിങ്ങളാൽ കഴിയാവുന്ന സഹായം ഈ ദുരന്തം നടന്ന പ്രദേശത്ത് ചെയ്യണം. അപ്പോൾ ഓരോരുത്തരും അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് തന്നാൽ കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യും. ഇനി അവിടെ ചെയ്തെന്താ? സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയാണ്, പലരുടെയും ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്തെന്തായാലും പണമൊക്കെ ആവശ്യത്തിന് വന്നു. അപ്പോൾ കുറച്ച് പേർ, അതായത് ഞാനന്ന് പറഞ്ഞു വയനാട്ടിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കുന്നതിനേക്കാളും നല്ലത്, ഞാൻ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞു ഞാൻ വ്യക്തിപരമായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ കൊടുക്കുന്നില്ല, പകരം ഞാൻ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ 3 വീടുകളാക്കി മാറ്റിയെടുത്ത് ഇപ്പോൾ നടത്തുന്ന പ്രചരണത്തിന്റെ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതേപടി അവിടെ കിടപ്പുണ്ട്. ഞാനത് കൃത്യമായി പറയുന്നത്, ഒരു വീട് വെച്ച് കൊടുക്കാം, അതല്ല കൊല്ലത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 3 വീടുകൾ വെച്ച് നൽകാൻ പറ്റും. കാര്യം വയനാട്ടിൽ ഈ ദുരന്ത സമയത്ത് എന്തെങ്കിലും രീതിയിൽ വലിയ പ്രശ്നങ്ങൾ നേരിട്ടൊരു സമൂഹത്തിന് ആ ദുരന്തത്തിന്റെ ഓർമ്മകളിൽ അവിടെ ജീവിക്കാൻ കഴിയാത്തൊരു അന്തരീക്ഷം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ സുഹൃത്ത് ഒരു 30 സെന്റോളം സ്ഥലം അവന് ഇതിനു വേണ്ടി വിട്ടുതരാമെന്ന് പറഞ്ഞു. അപ്പം ആ 30 സെന്റ് സ്ഥലത്ത് നമുക്ക് വീട് വെച്ച് 3 വീടുകൾ വെച്ചു, അതായത് ഒരു വീടിന്റെ സ്ഥാനത്ത് 3 വീട് വെച്ച് കൊടുക്കാൻ പറ്റും. കാര്യം എൻ്റെ നാടാകുമ്പം എനിക്ക് പേഴ്സണലി കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന നിരവധി കൺസ്ട്രക്ഷൻ കമ്പനിക്കാരുണ്ട്, കോൺട്രാക്ടർമാരുണ്ട്. അപ്പം നമുക്ക് ഒരു വീടിന്റെ പൈസ മതി ഒരു 3 വീട് വെച്ച് കൊടുക്കാൻ എന്നുള്ള നമ്മുടെ വ്യക്തിബന്ധത്തിൻ്റെയും കൂടെ കാര്യത്തിൽ. അങ്ങനെയാണ് ഈ 3 വീട് എന്ന് പറയുന്നത്. എന്നാലും 2000 ഒരു വീട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞാണ്.
ഇനി ഈ അന്തം കമ്മികളോട് ഞാൻ പറയുന്ന കാര്യം, ഞാൻ വയനാട്ടിൽ പോവുകയും ഞാൻ അവിടുത്തെ ആക്ഷൻ കൗൺസിൽ അംഗങ്ങളുമായി സംസാരിക്കുകയും ഞാൻ അവരോട് പറഞ്ഞു, അർഹതപ്പെട്ട ആർക്കെങ്കിലും ഇപ്പോൾ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് വീട് കിട്ടാത്തൊരു സാഹചര്യം വന്നാൽ ഉറപ്പായും വീട് വെച്ച് തരും എന്ന് പറഞ്ഞതിന് ശേഷം തന്നെയാണ് ഞാൻ വയനാട്ടിൽ നിന്ന് തിരിച്ചു വന്നത്. ഈ അന്തം കമ്മി കഴുതകൾക്ക് ഇതെങ്ങാനും അറിയാമോ? നീയൊക്കെ ഇതെങ്ങാനും ചിന്തിക്കുവോ? ഞങ്ങളുടെ ഈ എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയുടെ വേദനകളിൽ പങ്കുചേർന്നതിന് സ്നേഹം ചെയ്യേണ്ട കാര്യങ്ങൾ ഉറപ്പായിട്ടും ചെയ്യും. അദ്ദേഹം ഒരു വ്യക്തിക്ക് ഇവിടെ എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് വീട് വെച്ച് കൊടുക്കാം എന്നാണ് പറയുന്നത്. ഇനി അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച ഞങ്ങളുടേതായിരിക്കും, വ്യക്തിപരമായിട്ട് എന്റേതായിരിക്കും. അദ്ദേഹം ഈ മണ്ണിൽ വന്ന് ആ വാഗ്ദാനം പാലിച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ പ്രിയപ്പെട്ട അന്തം കമ്മികൾ ഇതൊന്നും കണ്ടിട്ടില്ല, എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തേക്കുന്നതൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഈ കഴുതകൾ ഇവന്മാരെന്ത് ചെയ്തു? വയനാട്ടിൽ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ 3 വീട് എന്ത് ചെയ്യുന്നു ചോദിച്ചുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നിന്നോടൊക്കെ ഞാൻ പറയുകയാണ്, നിനക്കൊക്കെ ആത്മാഭിമാനമുണ്ടെന്നുണ്ടെങ്കിൽ ഈ മുഖ്യമന്ത്രിയോട് ചോദിക്കാമോ? കഴിഞ്ഞ 1 വർഷമായി 765 കോടി രൂപ പിരിച്ചു കയ്യിൽ വെച്ചിട്ട് എന്താണ് തടസ്സം? വയനാട്ടിൽ വീട് വെക്കാൻ എന്താണ് തടസ്സം? പണം കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരൊറ്റ മാസം മതി ഒരു 800 സ്ക്വയർ ഫീറ്റ് വീട് വെച്ച് തീരാൻ. വെറും ഒരൊറ്റ മാസം മതി. മനുഷ്യന് പണമില്ലാത്തത് കൊണ്ടാണ് വീട് വെപ്പ് നീണ്ടുപോകുന്നത്. പണം കയ്യിലിരിക്കെ എന്താണ് തടസ്സമെന്ന് ഈ മുഖ്യമന്ത്രിയോട് ചോദിക്കുക. ഈ മുഖ്യമന്ത്രിയുടെയും ഈ ഭരണത്തിന്റെ മുന്നിൽ ഒരേ ഒരു തടസ്സമേ ഉള്ളൂ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വയനാട് ദുരന്തത്തെ വിറ്റ് കാശാക്കി വിറ്റ് വോട്ടാക്കി മാറ്റണം എന്ന് പറയുന്ന ഒരേ ഒരു തടസ്സം മാത്രമേ ഈ ഭരണാധികാരികളുടെ മുന്നിലുള്ളൂ, അല്ലാതെ യാതൊരു തടസ്സവുമില്ല. ഇനി രണ്ടാമത്തെ കാര്യം, നീയൊക്കെ എന്നോട് ചോദിച്ചല്ലോ, നാണവും മാനവും ഉളുപ്പുമില്ലാത്ത തെണ്ടികളെ, നീയൊക്കെ എന്നോട് ചോദിച്ചല്ലോ, ഞാൻ എൻ്റെ സ്വന്തം കാശിൽ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ വീട് ഞാൻ വെച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നീയൊക്കെ എന്തോ ചെയ്യും? ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നിനക്കൊക്കെ എനിക്കെതിരെ കോടതി പോകാൻ പറ്റുമോ? എനിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കമ്പനി കൊടുക്കാൻ പറ്റുമോ? ഒരു കോപ്പും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നീയൊന്നും അങ്ങനല്ല. നാട്ടുകാരെ കയ്യിൽ നിന്ന് പിരിച്ച് പുട്ടടിച്ചാൽ പൊന്ന് സഖാക്കന്മാരെ നിന്നെ എല്ലാം കോടതി കയറ്റും. നിന്റെ മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ കോടതി കയറ്റും. ഈ പിരിച്ച പണത്തിന് അവിടെ കൃത്യമായ കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ചോദ്യം വരും. ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ഈ ചോദ്യം ചോദിക്കാൻ നാണവും മാനവും ഉളുപ്പും നിനക്കൊക്കെ ഇല്ലാതെ പോയല്ലോ. ഇനി രണ്ടാമത്, കർണാടക സർക്കാർ 100 വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ അംഗീകരിക്കാത്തത്? ആന്ധ്ര സർക്കാർ 100 വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ സർക്കാർ അംഗീകരിക്കാത്തത്? 25 വീടുകൾ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ ഇന്ത്യൻ മലയാളി അസോസിയേഷന്റെ തീരുമാനത്തെ എന്തുകൊണ്ടാണ് സ്വാഗതം ചെയ്യാഞ്ഞത്? 100 വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ ബോബി ചെമ്മണ്ണനോട് നീയൊക്കെ എന്താണ് ചോദിക്കാത്തത്? ടൗൺഷിപ്പ് ഉണ്ടാക്കി അവിടെ വലിയ മഹത്തരമായ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ റിപ്പോർട്ടർ ചാനലിന്റെ ആൻഡോയോടും മറ്റും നിങ്ങൾ എന്താണ് ചോദ്യങ്ങൾ ചോദിക്കാത്തത്? 50 വീടുകൾ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ KG അബ്രഹാമിനെ പോലെയുള്ള നിരവധി വ്യവസായികൾ, 5 മുതൽ 10 വീട് വെച്ച് കൊടുക്കാവുന്ന നിരവധി വ്യവസായികൾ, ക്രിസ്ത്യൻ സഭകൾ, പെന്തക്കോസ്റ്റ് സഭകൾ ഉൾപ്പെടെ ഇത്രയും അതിനുവേണ്ടി അവിടെ വീടുകൾ എത്ര പേർക്ക് നഷ്ടപ്പെട്ടു? അവിടെ സർക്കാരിന്റെ കണക്കിൽ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തേക്കുന്നത് 402 പേരെയാണ്. ഇനി 48 പേരെയും കൂടി ഉൾക്കൊള്ളിച്ചാൽ 450 പേരെ. ഇതിൽ തന്നെ 105 വീടുകൾ മുസ്ലിം ലീഗ് വെച്ചു കൊടുക്കാൻ വേണ്ടി തയ്യാറായി. ആ 105 കുടുംബങ്ങളും സർക്കാരിൽ നിന്ന് 15 ലക്ഷം രൂപ വാങ്ങി സർക്കാരിന്റെ വീട് വേണ്ട എന്ന് പറഞ്ഞ് ലീഗിന്റെ വീട് മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പൊ സർക്കാരിന്റെ കയ്യിൽ ഇത്രയും കോടിക്കണക്കിന് രൂപ ഇരിക്കെ അഖിൽമാരാർ എന്തടിസ്ഥാനത്തിലാണ് ഇനി അവിടെ കൊണ്ടൊരു വീട് വെച്ച് കൊടുക്കുന്നത്? എനിക്കെന്താ പ്രാന്തോ? അവിടെ ഇത്രയും 765 കോടി രൂപ സർക്കാരിന്റെ കയ്യിലിരിക്കെ ഇനി ഞങ്ങൾ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും ആ പണത്തിന് ഉപയോഗിച്ച് വയനാട്ടിലെ ആൾക്കാർക്ക് വീട് വെച്ച് കൊടുത്തിട്ട് ഈ പണം നിനക്കൊക്കെ പുട്ടടിക്കാനുള്ള അവസരമാണോ? വയനാട്ടിൽ മാത്രമല്ല, കേരളത്തിന്റെ നിരവധി മേഖലകളിലും മനുഷ്യർ നിരവധി ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ഇനി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എന്റെ സ്വന്തം അധ്വാനത്തിന്റെ ഫലമായിട്ട് 1 ലക്ഷം രൂപ ഞാൻ കൊടുത്തതാണ്. 10 രൂപ നിനക്കൊന്നും ആർക്കും കൊടുത്ത് ശീലമില്ലല്ലോ. മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചല്ലാതെ കയ്യിലിരിക്കുന്ന അധ്വാനിച്ചുണ്ടാക്കിയ 10 രൂപ ഒരുത്തിന് കൊടുത്ത് ശീലമുണ്ടോ? ഇല്ല. ഞാൻ 1 ലക്ഷം രൂപ ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, പ്രോത്സാഹന സമ്മാനം എന്ന നിലയിൽ. കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാം എന്ന് വന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ. ഞാനൊരു പ്രതിപക്ഷ സ്വരമായി അന്ന് സംസാരിക്കുകയും സോഷ്യൽ മീഡിയയിൽ അത് വലിയ രീതിയിൽ ഏറ്റെടുക്കുകയും ചെയ്ത സമയത്ത് മുഖ്യമന്ത്രി വന്നിരുന്ന് വരണ്ട് സംസാരിച്ചിട്ടുണ്ടല്ലോ. KSFയുടെ ലോണുമായി വന്നു. KSFക്ക് അന്ന് കൊടുത്ത ലാപ്ടോപ്പും പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം വന്നതിന് ശേഷം ആൾക്കാർ പണം കൊടുക്കുന്നില്ല എന്നുള്ള സംശയം വന്ന സമയത്ത് ആർക്കും മറുപടി കൊടുക്കാത്ത മുഖ്യമന്ത്രി വന്നിരുന്നൊരു പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ, ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തോളാമേ, എല്ലാവരും എനിക്ക് പണം തരണമേ എന്ന് പറഞ്ഞ് ആ കിടന്ന് തെണ്ടിയ തെണ്ടൽ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനും കൊടുത്തു 1 ലക്ഷം രൂപ. കാര്യം കട്ട് തിന്നുന്നെങ്കിൽ നമുക്ക് ചോദിക്കാമല്ലോ. ഇതിപ്പോൾ ഞാൻ 1 ലക്ഷം കൊടുത്തു, എനിക്ക് ചോദിക്കാം. നീയൊക്കെ എന്തോ കൊടുത്തു? നാട്ടുകാരിൽ നിന്ന് പിരിച്ചല്ലാതെ. അതുകൊണ്ട് നാട്ടുകാരിൽ നിന്ന് പിരിച്ച് ജീവിക്കാതെ അധ്വാനിച്ച് ജീവിക്കാൻ പഠിക്കും. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവന്റെ അധ്വാനത്തെ പിടിച്ചു പറിക്കലല്ല. അത് മനസ്സിന്റെ ഒരു തോന്നലാണ്, മറ്റുള്ളവരെ സഹായിക്കാൻ ഉള്ളിൽ നിന്ന് വരുന്നൊരു തോന്നലാണ്. ആ തോന്നൽ കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മറ്റുള്ളവർ കൊണ്ട് ചെയ്ത് ജീവിക്കുന്നത്, അധ്വാനത്തിന്റെ ഒരു പങ്കെടുത്ത്. അപ്പോൾ അതുകൊണ്ട് ഈ വ്യക്തികളുടെ നേർക്ക് ചുരുക്കാതെ ഈ പിരിച്ചു വെച്ച പണം എന്തിയ സർക്കാരെ എന്ന് കൃത്യമായിട്ട് നീയൊക്കെ ചോദിക്കുക, ആത്മാഭിമാനത്തോട് ചോദിക്കുക. ഇനി വയനാടല്ലാതെ കൊല്ലം ജില്ലയിൽ നിരവധി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. കഴിഞ്ഞ 1 വർഷമായിട്ട് എന്നാൽ കഴിയാവുന്ന സഹായം അത്തരത്തിൽ പലർക്കും ഞാൻ ചെയ്യുന്നുണ്ട്. അത് എന്നാൽ കഴിയാവുന്ന സഹായം, അതിനുവേണ്ടിയുള്ള വരുമാനവും കാര്യങ്ങളും ഒക്കെ വരത്തക്ക രീതിയിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചാൽ നമ്മൾ അതിനെക്കാട്ടും കൂടുതലും ചെയ്യും. അതുകൊണ്ട് ഇതൊന്നും ചോദിക്കാൻ നിൽക്കരുത്. ചോദിച്ച് വെറുതെ ആണോമാനം ഉടുപ്പില്ലാത്തവരാവരുതെന്ന് ഞാൻ നിങ്ങളോട് പറയത്തില്ല. അതുകൊണ്ട് ഇതൊക്കെ ചോദിച്ച് നിങ്ങൾ മനുഷ്യരാവരുത്.
കാര്യം പ്രതിഷേധിക്കുന്നത് പലപ്പോഴും മനുഷ്യരാണല്ലോ. മൃഗങ്ങളായി തന്നെ തുടരും, മൃഗങ്ങളായി തന്നെ ജീവിക്കും. മനുഷ്യരെ കടിച്ചു പറിച്ചും മനുഷ്യരെ പിടിച്ചു പറിച്ചും മനുഷ്യരെ ഇല്ലാതാക്കിയും ആത്മാഭിമാനമില്ലാതെ ഈ നാടിനെ നശിപ്പിച്ച് അന്തം കമ്മികളായി തന്നെ തുടരൂ. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ അന്തം കമ്മിക്കെൻ്റെ അഭിവാദ്യങ്ങൾ. പോടായിരിക്കാം. നിങ്ങൾ കേട്ടല്ലോ, ഇതിൽ അഖിൽമാരാര് എണ്ണി 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 കൃത്യമായുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, അന്തം കമ്മികളെ വെല്ലുവിളിക്കുന്നുണ്ട്. അതിൽ അഖിൽമാരാര് പറഞ്ഞ പോയിന്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്. 760 കോടി രൂപ കിട്ടിയിട്ട് സർക്കാർ ഇതുവരെ ഒരു കാര്യം പോലും ചെലവഴിച്ചിട്ടില്ല വയനാട്. എന്നിട്ട് എന്തുകൊണ്ട് അഖിൽമാരാരെ തെറിവിളിക്കുന്ന അന്തം കമ്മികൾ സ്വന്തം മുഖ്യമന്ത്രിയോട് ഈ കാര്യം ചോദിക്കുന്നില്ല? ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ അധ്വാനിച്ച പൈസ, ഞങ്ങൾ സമ്പാദിച്ച പൈസ നിങ്ങളുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരാവശ്യത്തിന് വേണ്ടി തന്നപ്പോൾ എന്തുകൊണ്ട് അത് ചെലവഴിച്ച് അവരെ സഹായിക്കുന്നില്ല എന്ന് നട്ടാലുള്ള ഒരു അന്തം കമ്മിയെങ്കിലും പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രിയോട് ചോദിക്കുമോ എന്നാണ് നമ്മുടെ അഖിൽമാരാര് ചോദിക്കുന്നത്. സത്യമല്ലേ? നിങ്ങൾ അഖിൽമാരാരോട് വീട് എവിടെ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ തിരിച്ച് ഒരു ചോദ്യം നമ്മുടെ മുഖ്യമന്ത്രിയോട്, അത് വകുപ്പ് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന സർക്കാർ ഉദ്യോഗസ്ഥരോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് ആ വയനാട്ടിലെ ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്ന അന്തേവാസികൾ ഇപ്പോഴും വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന അന്തേവാസികളുടെ കാര്യത്തിൽ എന്താണ് നടപടി ഉണ്ടായത്? ഇതിൽ പിന്നെയും അഖിൽമാരാര് പറയുന്നു ഇത് ചെയ്യില്ല എന്നല്ല സർക്കാർ. പക്ഷെ സർക്കാർ ചെയ്യും. എപ്പോൾ? അവർക്കിനി 1 വർഷം കൂടി ഉള്ളൂ ഭരണം മാറാൻ, എലക്ഷൻ വരാൻ. അപ്പോൾ അവർ ചെയ്യും. ആ സമയത്ത് ഈ പൈസ എടുത്തിട്ട് നമ്മുടെ സ്വന്തം കാശ്, സർക്കാരിന്റെ കാശ് എന്ന് പറഞ്ഞ് അവർ ചെലവഴിക്കും. നമ്മൾ കണ്ടതാണ്, നമ്മുടെ ഈ സർക്കാർ വീണ്ടും ഭരണത്തിൽ വന്നത് കിറ്റ് വിറ്റിട്ടാണ്. അറിയാലോ, കിറ്റ് വിറ്റ് ഭരണം നേടിയ ഒരു സർക്കാരാണ്. അങ്ങനെ കൃത്യമായ സമയങ്ങളിൽ, ഇലക്ഷന്റെ സമയങ്ങളിൽ അവർക്ക് കൃത്യമായ കാര്യം ചെയ്ത് വോട്ടുറപ്പിക്കാൻ അവർക്ക് കഴിയും. അതിനുവേണ്ടി മാറ്റി 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 വെച്ചേക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ ദുരിതാശ്വാസ നിധിയിലെ ഫണ്ട്. നോക്കിക്കോളൂ, ഇനിയുള്ള 1 വർഷത്തിനുള്ളിൽ, അതായത് ഇലക്ഷൻ അടുക്കുന്നതിന്റെ സമയത്ത് ഇവർ കൃത്യമായിട്ട് ദുരിതാശ്വാസ നിധിയിലെ ഫണ്ട് ഉപയോഗിച്ച് വയനാട്ടിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടും. അതും ഉറപ്പില്ല, മൊത്തവും ചെയ്യുമെന്ന് കാട്ടിക്കൂട്ടലുണ്ടാകും. എന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ നാടകം അടിച്ച് അവർ ജനങ്ങളുടെ വോട്ടുകൾ സ്വീകരിച്ച് വീണ്ടും ഭരണത്തിൽ തുടരാനുള്ള കാര്യങ്ങൾ ചെയ്യും. ഇത് തന്നെയാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചും പറ്റിച്ചും ഈ പറയുന്ന സർക്കാർ വീണ്ടും വീണ്ടും ഭരണത്തിലേക്ക് എത്തുന്നത്. അഖിൽമാരാർ എന്ത് പറഞ്ഞാലും, അയാൾ ഏത് പാർട്ടി അനുഭാവിയാണെങ്കിലും, ഏത് കാര്യത്തിന് വേണ്ടി പുള്ളി എല്ലാ സബ്ജക്റ്റും എടുത്തിരുന്നുണ്ടെങ്കിലും, അഖിൽമാരാർ ഇനി ഏത് പാർട്ടിക്കാരനാണെങ്കിലും ഏത് അനുഭാവിയാണെങ്കിലും പുള്ളി പറയുന്ന കാര്യങ്ങൾ വ്യക്തവും സ്ഫുടവുമാണ്. അതിൽ കഴമ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഇനിയെങ്കിലും അല്ലയോ സർക്കാരെ, നമ്മുടെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ നിങ്ങൾ വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു തുക മാറ്റി വെച്ച് നീട്ടിക്കൊണ്ടു പോകാതെ വയനാട്ടിലെ ദുരന്തം അനുഭവിക്കുന്ന നമ്മുടെ സാധാരണക്കാർക്ക് അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട്, അവരുടെ സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട്, അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ആ തുക എത്രയും പെട്ടെന്ന് നൽകി അവർക്കൊരു കുടിൽ അല്ലെങ്കിൽ അവർക്കൊരു വീടെന്ന സ്വപ്നം ഒന്ന് നിറവേറ്റി കൊടുക്കാനും, ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ വാടകയായാലും ഭക്ഷണത്തിന്റെ ആയാലും റേഷൻ ആയാലും ഇതെല്ലാം ഒന്ന് ശരിയാക്കി കൊടുക്കണമെന്നും ദയവ് ചെയ്ത് ഞാൻ അപേക്ഷിക്കുകയാണ്.